പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. 2024 ഡിസംബർ 1 ഞായറാഴ്ച, ഈ കഴിഞ്ഞ ഞായറാഴ്ച ചക്കുവള്ളി മയ്യത്തിങ്കര ജംഗ്ഷനിലെ അൽഫല ഹോസ്പിറ്റലിന്റെ 1ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ട സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഈ നാട്ടിലെ സാധാരണക്കാരായ ആയിരക്കണക്കിന് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ഒരു വൻ വിജയമായിരുന്നു. എല്ലാ വിഭാഗം ഡോക്ടറെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്പെഷ്യലിസ്റ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തിയ മെഗാ ക്യാമ്പ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന ഒന്നായി മാറി. പൾമനോളജി വിഭാഗം ഡോക്ടർ ഹാദി നിസാർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ പൾമനോളജി വിഭാഗം ചെക്കപ്പും ഡോക്ടേഴ്സ് കൺസൾട്ടേഷനും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ നിർണ്ണയിക്കുന്നതിനാവശ്യമായ ടെസ്റ്റുകൾ, ബ്രീത്ത് ഓഫ് മീറ്റർ, അതായത് ബ്രീത്ത് ഓഫ് മീറ്റർ എന്ന് പറഞ്ഞാല് ഒരാളുടെ ഹൈറ്റും വയസ്സും കാൽക്കുലേറ്റ് ചെയ്ത് ഒരു റീഡിങ്ങിലൂടെ, അതായത് ഒരു മീറ്ററിലൂടെ ഊതുമ്പോൾ കിട്ടുന്ന വാല്യൂ ആ മനുഷ്യന്റെ ഹൈറ്റും വയസ്സും കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന റീഡിംഗ് തമ്മിൽ ഈക്വൽ ആണെങ്കിൽ ആ മനുഷ്യന്റെ ലങ്സിന്റെ പ്രവർത്തനക്ഷമത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മിഷനാണ്. അങ്ങനെയുള്ള മിഷൻ ഉൾപ്പെടെ നമ്മൾ അവിടെ സജ്ജീകരിച്ച് ശ്വാസകോശ സംബന്ധമായി ടെസ്റ്റുകൾക്ക് വരുന്ന രോഗികൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ആ ടെസ്റ്റുകൾ നടത്തി. അതിനപ്പുറം സ്പൈറോമീറ്റർ എന്ന് പറയുന്ന മിഷൻ ഉൾപ്പെടെ നമ്മൾ അവിടെ സജ്ജീകരിച്ചു. അതുവഴിയും ടെസ്റ്റുകൾ നടത്തി. ഏതാണ്ട് 150-ൽ പരം പേഷ്യന്റുകൾ ആ ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം ടെസ്റ്റുകൾ നടത്തി അവിടുന്ന് പോവുകയുണ്ടായി. പുറത്ത് ഇതിന് വലിയ എമൗണ്ട് വരുന്ന ടെസ്റ്റുകളായിരുന്നു. അവിടെ എല്ലാം സൗജന്യമായി ടെസ്റ്റുകൾ നടത്തുകയും രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി നൽകപ്പെടുകയും ചെയ്തിട്ടാണ് ആ ക്യാമ്പിൽ നിന്ന് ആ പേഷ്യന്റുകൾ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓർത്തോ വിഭാഗം ഡോക്ടർ അസ്ഥിരോഗവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന എല്ലാ പേഷ്യന്റിനും വളരെ നല്ല രീതിയിൽ കൺസൾട്ടേഷൻ നടത്തി, ട്രീറ്റ്മെന്റ് നടത്തി, സൗജന്യ മെഡിസിനും നൽകി, ഫർദർ ട്രീറ്റ്മെന്റിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് ആ ക്യാമ്പിൽ നിന്ന് ജനങ്ങൾ പോയിട്ടുള്ളത്. അതുപോലെ ENT വിഭാഗവും, അതുപോലെ തന്നെ കണ്ണിന്റെ വിഭാഗവും, ENT വിഭാഗം ഡോക്ടർ ഹസ്ന ഹമീദിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ ഏതാണ്ട് 200-ൽ പരം പേഷ്യന്റുകളെ ടെസ്റ്റ് ചെയ്ത് വേണ്ട മെഡിസിൻ ക്യാമ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് നൽകി, ട്രീറ്റ്മെന്റ് നൽകിയാണ് അവിടുന്ന് വിട്ടിട്ടുള്ളത്. അതുപോലെ കണ്ണിന്റെ വിഭാഗം ഏതാണ്ട് 300-ൽ പരം പേഷ്യന്റുകൾ ഉണ്ടായിരുന്നു കണ്ണിന് വേണ്ടി മാത്രം. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് 20-ൽ പരം ആൾക്കാർക്ക് തിമിരമുള്ളതായി കണ്ടെത്തുകയും അതിൽ 18 പേർക്ക് ഫ്രീ ആയിട്ട് തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കാനുള്ള ഒരു സജ്ജീകരണം നമ്മൾ അവിടെ ചെയ്തു കൊടുക്കുകയും അതിന്റെ ഫർദർ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തിമിര ശസ്ത്രക്രിയക്കുള്ള അങ്ങനെയുള്ള കാര്യങ്ങളും ഫ്രീ ആയിട്ടുള്ള മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ക്യാമ്പിൽ നൽകപ്പെട്ടിട്ടാണ് അവിടുന്ന് പേഷ്യന്റുകൾ പോയിട്ടുള്ളത്. ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ അൽഫല ഹോസ്പിറ്റലിന്റെ ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ഷാരോൺ ജോർജിന്റെ നേതൃത്വത്തിലും, അതുപോലെ ഡോക്ടർ അമീൻ മുഹമ്മദ്, ഡോക്ടർ ശരൺ എന്നിവരുടെ നേതൃത്വത്തിലും ഏകദേശം 400-ൽ പരം പേഷ്യന്റുകൾ വന്ന് കൺസൾട്ടേഷൻ നടത്തുകയും ഫ്രീ മെഡിസിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചെക്കപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നടത്തിയിട്ടാണ് അവിടുന്ന് പോയിട്ടുള്ളത്. അതുപോലെ ലാബ് ടെസ്റ്റുകൾ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും, തൈറോയിഡ്, TH, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, HB തുടങ്ങിയ മുതലായ എല്ലാ ടെസ്റ്റുകളും നമ്മളവിടെ ഫ്രീ ആയിട്ട് ചെയ്യപ്പെടുകയും ഏതാണ്ട് 600-ൽ പരം ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് അൽഫല ഹോസ്പിറ്റൽ ക്യാമ്പ് വഴി നടത്തപ്പെട്ടു. അതുകൂടാതെ അങ്ങനെയുള്ള പ്രവർത്തനം, അതുകൂടാതെ നമ്മുടെ ഫിസിയോതെറാപ്പി വിഭാഗം ഡോക്ടർ ഷബ്ന റിയാസിന്റെ നേതൃത്വത്തിൽ ഫിസിയോതെറാപ്പിയുടെ കൺസൾട്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഫർദർ ട്രീറ്റ്മെന്റിനുള്ള ഇൻസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ആ ക്യാമ്പിൽ ചെയ്യപ്പെട്ടത് ഹൈലൈറ്റ് ആയി. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഫ്രീ ആയിട്ടും വളരെ പോസിറ്റീവായിട്ടും തന്നെ ആ ക്യാമ്പിന് നേതൃത്വം നൽകിക്കൊണ്ട് ഏതാണ്ട് 1000-ൽ പരം ആൾക്കാർക്ക് ഗുണം ചെയ്യുന്ന, സാധാരണക്കാർക്ക് 1000-ൽ പരം സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ തന്നെ ആ ക്യാമ്പിനെ പ്രയോജനപ്പെടുത്താൻ അൽഫല ഹോസ്പിറ്റലിന് സാധിച്ചു എന്നതിൽ വളരെ സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 24 മണിക്കൂറും തുറന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം 24 ഹവറും ഡോക്ടേഴ്സിന്റെ സേവനത്തോടു കൂടി തന്നെയാണ് ഈ സ്ഥാപനം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഗുണം ചെയ്യുന്ന, അവരുടെ സാമ്പത്തികം ചൂഷണം ചെയ്യാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകുന്ന ഈ സ്ഥാപനം, ഇതിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം, പലരും ആ ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സ നടത്തിയിട്ട് ഞങ്ങളെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് അവിടുത്തെ സേവനത്തെ കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ ഫീസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് ഉള്ളത്. മറ്റ് സ്ഥാപനത്തിനെക്കാട്ടിയും അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസുകൾ മാത്രമാണ് അവിടെ ഈടാക്കുന്നത്. അവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഉള്ള ട്രീറ്റ്മെന്റുകളും അതുപോലെ അവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് അവിടെ നൽകുന്നത് എന്ന് പലരും പേഴ്സണലായിട്ട് നമ്മളെ വിളിച്ച് അറിയിപ്പിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അത് ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ സ്ഥാപനം അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളതും ഇനിയുള്ള കാലങ്ങളിൽ അത് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ എല്ലാവർക്കും ആ ക്യാമ്പിൽ പങ്കെടുത്ത് വിജയമാക്കി തന്ന എല്ലാവർക്കും, സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.